നമ്മുടെ സിറ്റിയിലൊക്കെ പുതിയൊരു മഹീന്ദ്രയുടെ ഷോറൂമുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഈ ഒരു ഷോറൂമിലൊക്കെ ഒത്തിരി അടിപൊളി പുതിയ വണ്ടികൾ കണക്ക് എന്തെല്ലാം ഉണ്ട് കേട്ടോ. സ്കോർപിയോ, താറ്, ബൊലേറോ, അതേപോലെ തന്നെ സ്കോർപിയോയുടെ അങ്ങനെ കുറേ ഒത്തിരി അധികം വണ്ടിയുണ്ട് കേട്ടാ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അടിപൊളി ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു മോൺസ്റ്റർ മഹീന്ദ്ര താറും കൂടെ എന്നാലും ഉണ്ട് കേട്ടാ. ഉള്ളൊരു മെയിൻ ഹൈലൈറ്റ് കണക്കാണ് ഈ കാണുന്ന സ്കോർപിയോ എന്ന് വെച്ചാൽ, ഈ ഒരു ഗോൾഡൻ സ്കോർപിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഈ കാണുന്ന എല്ലാ വണ്ടികളും നമ്മളെന്തായാലും ഇന്നെന്തായാലും സ്റ്റീല് കണക്കെ ചെയ്യാനായിട്ട് പോവേണം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഇവിടെ തന്നെ എന്തായാലും ഇരിപ്പുണ്ട് കേട്ടാ. നമ്മുടെ ഷിൻചാനും പിങ്ചാനും ടൈഗർ, ഗ്രാനി എല്ലാവരും കൂടെ നമ്മുടെ ഷിൻചാൻ്റെ നാട്ടിലുകളൊക്കെ എന്തായാലും പോയേക്കാണ് കേട്ടാ. അവിടെ എന്തോ ഒരു ആവശ്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പോയേക്കാണ് കേട്ടാ. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കേട്ടാ. നമ്മളപ്പോൾ എന്തായാലും ഇന്നെന്തായാലും നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു മഹീന്ദ്രയുടെ ഷോറൂമില്ല. ഓക്കെ, ആ ഒരു ഷോറൂമുകളൊക്കെയാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഫുള്ളായിട്ട് നമ്മളെന്തായാലും സ്റ്റീൽ ചെയ്യാൻ പോകണം ചിലക്ക്. അവിടെ എല്ലാ കാറും അടിച്ചാറ്റുന്നതാണ് കേട്ടോ. മെയിനായിട്ട് ആ ഒരു ഗോൾഡൻ സ്കോർപിയോ എന്നാണ് നമ്മൾ മെയിനായിട്ട് അടിച്ചാറ്റാൻ പോകണമെന്ന് വെച്ചാൽ കേട്ടോ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ BM കണക്ക് എടുക്കുക കേട്ടോ. ഈ BM എൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ഈ വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്തായാലും ഷോറൂം മൊത്തത്തിൽ നമുക്ക് എന്തായാലും അടിച്ചു മാറ്റാനായിട്ട് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു BMW കൊണ്ട് നേരെ ആ ഒരു ഷോറൂമിലോട്ട് എന്തായാലും പോകട്ടെ. അവിടെ ഒത്തിരി വണ്ടികൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് അടിച്ചു വരണം കേട്ടോ. എന്നിട്ട് എല്ലാം നമുക്ക് വിൽക്കണം. അപ്പോൾ ഇഷ്ടംപോലെ ക്യാഷ് കിട്ടുക കേട്ടോ. അതിലേതെങ്കിലും ഒരു വണ്ടി നമുക്കങ്ങ് പേഴ്സണലായിട്ട് എടുക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മളെന്തായാലും നേരെ നല്ല ഷോറൂമിലെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂം എന്ന് വെച്ചാൽ കേട്ടോ. നമുക്കിപ്പോൾ ഈ മതിലിൻ്റെ വെളിയിൽ നമ്മുടെ ഈ ഒരു BMW നമുക്ക് പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോട്ട് ചെയ്ത് നമ്മുടെ വണ്ടികളൊക്കെ എടുത്തുകൊണ്ടെന്നാലും പോട്ടെ. നമ്മുടെ മഞ്ഞ BMW കണക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വന്ന് നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, നൈസായിട്ട് നമുക്ക് എന്തായാലും മതിൽ ചാടി എന്നാലും കയറാം കേട്ടോ. ഓക്കെ, ഈ ഷോറൂമിൽ അവിടെ ആരും ഇല്ലെന്ന് തോന്നണം കേട്ടോ. ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂമിലോട്ട് എന്തായാലും നൈസായിട്ട് എന്തായാലും കയറി നോക്കാം കേട്ടോ. ആരും ഇല്ലെന്നാണ്. ഓക്കെ, ആരെങ്കിലും അഥവാ വന്നു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോയ്ക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഈ ഷോറൂമിൽ ഇപ്പോൾ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഈ ഷോറൂമിലോട്ട് എന്തായാലും കയറാം ഗൈസ്. ഓക്കെ, മിക്കവാറും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് കേട്ടോ ഷോറൂം എന്ന് വെച്ചാൽ. ഇവിടെ ഒത്തിരി വണ്ടികൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതാരാണ്? ഹലോ സാർ, വണ്ടി എടുക്കാൻ വന്നതാണോ? അതാ വണ്ടി അടിച്ചോട്ട് വന്നതാണോ? എടാ താൻ എന്തൊക്കെയാടാ ഈ പറയണത്? എടാ ഞാൻ പുതിയൊരു വണ്ടി കണക്ക് എടുക്കാൻ വന്നതാണ് കേട്ടാ. ഇവിടെ ഏതൊക്കെ വണ്ടികളുണ്ട് സാർ? ഇവിടെ ആണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു മഹീന്ദ്ര താറുണ്ട് കേട്ടോ. ഇത് മോഡിഫൈഡ് താറാണ്. അതല്ലാതെ നോർമലായിട്ടുള്ള സ്റ്റോക്ക് താറുണ്ട് കേട്ടാ. അതല്ലാതെ തന്നെ ഇവിടെ ആണെങ്കിൽ താർ റോക്സ് ഉണ്ട്, 2 സ്കോർപിയോ ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ സ്കോർപിയോ S11 ക്ലാസിക്കാണ് കേട്ടാ. പിന്നെ ഒരു ബൊലേറോ എന്തായാലും ഉണ്ട് കേട്ടോ. ബൊലേറോയ്ക്ക് വേറെയും കുറേ കളറും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ അത് കിട്ടണമെങ്കിൽ 1 മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഒരു മോൺസ്റ്റർ താറും കൂടെ എന്നാലും ഇവിടെ ഉണ്ട് കേട്ടോ, മോഡിഫൈഡ് ആയിട്ടുള്ള. ഓക്കെ, പിന്നെ അതല്ലാതെ തന്നെ ഏറ്റവും മുകളിൽ കണക്ക് ഒരു ഗോൾഡൻ ഏതാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ കണക്ക് എന്നാലും ഉണ്ട് കേട്ടോ. ഏറ്റവും മേളിലായിട്ട് എന്നാലും ഉണ്ട് കേട്ടോ. അത് കാണാൻ പറ്റില്ല കേട്ടോ, പക്ഷെ അതിന് ഒടുക്കത്തെ വിലയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല സാറിന് അതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. അതെ ചേട്ടാ, എനിക്കാണെങ്കിൽ ഇപ്പം ഇല്ല ഇവിടെ അത്യാവശ്യമായിട്ട് ഈ കാണുന്ന താർ റോക്സിലെ ഈ വണ്ടിയാണ് വേണ്ടത് ചേട്ടാ. ഈ വണ്ടി പക്ഷെ എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടോ? ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ സാധാരണ ആർക്കും കൊടുക്കാറില്ല. പക്ഷെ സാറൊരു ബില്യണയറായതുകൊണ്ട് സാറിന് ടെസ്റ്റ് ഡ്രൈവ് തരാം. ടെസ്റ്റ് ഡ്രൈവ് തരുമോ? സാറേ ടെസ്റ്റ് ഡ്രൈവ് തരാം. പക്ഷേ ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ചെയ്യണമെങ്കിൽ സ്പെഷ്യലായിട്ട് ക്യാഷുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ചെയ്യണമെങ്കിൽ 20,000 രൂപകളൊക്കെ അല്ലാതെ തന്നെ തരണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം 20,000 രൂപ? സാറേ, ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ട് 2-3 മാസം ആയതേ ഉള്ളൂ. നമ്മളാണ് ഇതുവരെയായിട്ട് ആർക്കും ഈ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തിട്ടേ ഇല്ല കേട്ടാ. നമ്മുടെ ബോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യലെന്ന് കേട്ടാ. അഥവാ ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപകളൊക്കെ തരണം കേട്ടോ സാറേ. അല്ലാതെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടില്ല. പിന്നെ ചുമ്മാ ഒരു ടെസ്റ്റ് ഡ്രൈവിന് തനിക്ക് ഇപ്പം തന്നെ 20,000 രൂപ തരാം കേട്ടാ. പോടാവിടുന്ന്. സാറിനെ വെടിയിക്കണ? അത് ശരി, അപ്പം വണ്ടി അടിച്ചോറ്റാ വന്നതാണല്ലേ? ഇത് കൊണ്ടില്ലല്ലോ. എടാ താന്ന് തീർന്നടാ. അല്ല പിന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണതിന് 20,000 രൂപ ആരെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുമോ ഗൈസ്? ഓക്കെ, പിന്നെ 20,000 രൂപ കൊടുത്ത് എനിക്കിങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പ്രാന്തല്ലേ ഇതൊക്കെ. അവനെക്കാളും നല്ല അവനങ്ങ് അടിച്ചിട്ട് കേട്ടാ. ഇവിടെ പിന്നെ ബോസോ വേറെ ആൾക്കാർ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ ഒരു മഹീന്ദ്ര താർ റോക്സ് എടുത്തുകൊണ്ട് അതിൽ പോകട്ടെ. നമ്മളെല്ലാ വണ്ടി അടിച്ചായിട്ട് തന്നെ ഒരു മാറ്റമില്ല. എല്ലാ കാറും നമ്മളെന്തായാലും അടിച്ച് മാറ്റി എന്തായാലും നമ്മളെന്തായാലും
എടുക്കുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ വീട്ടിലിട്ട് നമുക്ക് എന്തായാലും വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് വരാം. ബെസ്റ്റ് വണ്ടിയുടെ ഡോറിലായി പോയി. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പിന്നെ എപ്പോഴും ശരിയാക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് എന്തായാലും വരാം ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ആ ഒരു താർ റോക്സുകളൊക്കെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ വീണ്ടും എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇപ്രാവശ്യം എന്തായാലും ആ ഒരു ഏറ്റവും മേളിൽ കിടക്കുന്ന ആ ഒരു ഗോൾഡൻ സ്കോർപ്പിയോ എന്നെ അടിച്ചാൽ കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൂടിയ വണ്ടി വെച്ചാൽ കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ നമുക്ക് ഏറ്റവും വില കൂടിയ വണ്ടികളൊക്കെ അടിച്ചു വരാനായിട്ട് മാക്സിമം എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല ആ ഒരു സ്കോർപ്പിയുടെ എന്നില്ല. ഓക്കെ ആ ഒരു സ്കോർപ്പിയുടെ കണക്ക് നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും അടിച്ചു വരാം കേട്ടോ. ഓക്കെ, സെക്കൻഡാണ്. ഓക്കെ, നമ്മൾ മറ്റേ താർ റോക്സ് വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു മോൺസ്റ്റർ താറുകളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി വണ്ടികളൊക്കെ എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഏറ്റവും മേളിൽ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, ഇതാണ് ഗോൾഡൻ സ്കോർപ്പിയോ എന്നു വെച്ചാൽ കേട്ടോ. എൻ്റെ മോൻ ഇതെന്താണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ താടെ ഇവിടെ തലമണ്ട അടിച്ചു വീണിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ എണീക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ എന്തായാലും മുകളിൽ കണക്ക് എന്തായാലും പോവാം ഗൈസ്. എന്നിട്ട് ആ ഒരു വണ്ടി കണക്ക് അടിച്ചു പറ്റാം. ഓക്കെ, ഇതാണ് സ്കോർപ്പിയൻ എന്ന് വെച്ചാൽ കേട്ടോ. ഇതിൻ്റെ ഗോൾഡൻ സ്കോർപ്പിയൻ ആണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴും ഒരിക്കൽ അല്ലാത്ത സ്കോർപ്പിയൻ കണക്ക് ഇവിടെ വേറെ സ്ഥലത്തുനിന്ന് അടിച്ചു പറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എൻ്റെ മോനെ നൈസ് സ്കോർപ്പിയൻ കണക്കാണ് കേട്ടോ. ഒരു ഗോൾഡൻ കാർ കണക്കാണ് ഈ ഒരു സ്കോർപ്പിയൻ എന്ന് വെച്ചാൽ കേട്ടോ. നമുക്കിപ്പോൾ നൈസായിട്ട് ഈ ഒരു വണ്ടി അങ്ങ് ഇറക്കാം ഗൈസ്. ഓക്കെ, പതുക്കെ ഇറക്കാം കേട്ടോ. ഒരു ധൃതിയില്ല കേട്ടോ. പതുക്കെ മെല്ലെ തിരിച്ച് പതുക്കെ എന്തായാലും ഇറക്കട്ടെ. എൻ്റെ മോനെ വണ്ടി വീഴല്ലേ. വണ്ടി ചെറുതായിട്ട് തട്ടി, കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിൻ്റെ അല്ലേ ഈ ഒരു ഗോൾഡ് കണക്കെ ഉരുക്കിയിട്ട് നമുക്കതെല്ലാം ആ ഗോൾഡ് വിൽക്കാം കഴിച്ചു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി പേഴ്സണലായിട്ട് എടുക്കുക. ഇതെന്താണ് ഈ വണ്ടിയുടെ ടയർ സ്റ്റക്കായി ഇവിടെ. ഓക്കെ, ഇല്ല ഓക്കെ, അതിൻ്റെ എന്തോ ചെറിയ പ്രോബ്ലം ആണ് കേട്ടോ. ഇറങ്ങങ്ങോട്ട്. ഇതെന്താണ് തേങ്ങ ഇറങ്ങാത്തത്. ഓക്കെ, ഇറങ്ങ ഇതെന്താണ് സീനൊക്കെ ഇറങ്ങണില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ഈ വണ്ടി നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം ഗൈസ്. എന്നിട്ട് നമുക്കെന്തായാലും അടുത്ത് ഈ താറടിച്ചവരായിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ആ ഒരു സ്കോർപ്പിയോ കണക്ക് നമ്മളെന്തായാലും അവിടെ കൊണ്ടുവന്നാലും ഇട്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഓക്കെ, എന്നിട്ട് നമ്മളെന്തായാലും ഈ ഒരു മഹീന്ദ്ര താറിൻ്റെ ഈ ഒരു മോൺസ്റ്റർ താറുകളൊക്കെ എന്തായാലും എടുത്ത് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ നൈസ് കൊണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം ഗൈസ്. എന്നിട്ട് നമുക്കെന്തായാലും ബാക്കി വണ്ടികൾ നമ്മളൊക്കെ അടിച്ചവരായിട്ട് പോകട്ടെ. അതിനുമ്പായിട്ട് ഈ ഒരു വീഡിയോ ഇതിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസിനൊക്കെ അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വെക്കേഷനുകളൊക്കെ ആണല്ലോ ഇപ്പോഴെന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലുകളൊക്കെ ഓരോ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് എന്തായാലും ഇടുന്നതാണ് കേട്ടോ. എല്ലാവരും ആ വീഡിയോ എന്തായാലും മറക്കാതെ തന്നെ എന്തായാലും കാണാം കേട്ടോ. അതേപോലെ നമ്മൾ വെക്കേഷൻ എന്തായാലും രാവിലെ വൈകിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. രാവിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അങ്ങനത്തെ ഏതെങ്കിലും ഗെയിം, വൈകിട്ട് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലോഗോകളൊക്കെ മാറ്റിയാൽ എല്ലാവരും അറിഞ്ഞാണ്. ഇതാണ് നമ്മുടെ ചാനലിൽ ഇനി മുതലുള്ള ലോഗോ എന്ന് വെച്ചാൽ കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി ഇട്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വണ്ടി എന്തായാലും അടിച്ചവരായിട്ട് പോകാം ഗൈസ്. ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വണ്ടികളൊക്കെ അടിച്ചവരായിട്ട് എന്തായാലും പോകട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും വെളിയിൽ നിന്ന് ഏതെങ്കിലും വണ്ടി സ്റ്റീൽ ചെയ്തുകൊണ്ട് കേട്ടോ. ഇത്രയേറെ നമ്മളെന്തായാലും വേറെ എന്തൊക്കെയോ രീതിയിലാണ് പോയാൻ ചേട്ടാ. ഇതെന്താണ് ഇവൻ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചെടുത്തതാ. വണ്ടി എടുത്തതാ. എന്തോ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്ന ചാടി തന്നാ. നിനക്കെന്താ ചാവണമെങ്കിൽ വല്ല ട്രെയിനിൻ്റെ മൂട്ടി പോയെന്നില്ലേ? എടാ എനിക്കാണെങ്കിലേ അത്യാവശ്യമായിട്ട് ഈ ഒരു വണ്ടികളൊക്കെ വേണമായിരുന്നു കേട്ടാ. പിന്നെ ഈ വണ്ടി തരാ, ഇത് നിൻ്റെ അപ്പൻ്റെ മുതലല്ലേ? തന്നെടാ അപ്പൻ്റെ മുതൽ തന്നെടാ. ഇറങ്ങാങ്ങോട്ട്. ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം കേട്ടാ. അല്ല പിന്നെ അവൻ എൻ്റെ അച്ഛനെ വിളിക്കാൻ വന്നേങ്ങനെ. മാറാങ്ങോട്ട്. ഒന്ന് വണ്ടി ചോദിച്ചപ്പോൾ അവന് അഹങ്കാരം. ഓക്കെ, അവൻ ലിഫ്റ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചേട്ടാ. പക്ഷേ അവൻ അതിൻ്റെ ഉള്ള ഇതില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി അടിച്ചാറ്റി പോകണമെന്ന് ചേട്ടാ. ഇവനൊക്കെ എന്താ അഹങ്കാരം അല്ലേ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പോയിട്ട് ബാക്കിയുള്ള വണ്ടി കൊണ്ട് അടിച്ചാറ്റിയിട്ട് എന്തായാലും വരാം ഗൈസ്. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളെന്തായാലും എല്ലാ വണ്ടികളും കണക്ക് നമ്മളെന്തായാലും അടിച്ചാറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ BMW എന്ന് ചിലട്ട്. നമ്മുടെ മറ്റു വണ്ടിയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എടുത്ത വണ്ടികളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് ചിലട്ട്. ഈ ഒരു BMW കളൊക്കെ നമ്മൾ തന്നെ എല്ലാ വണ്ടിയും അടിച്ചാറ്റിട്ട്. പിന്നെ ഈ ഒരു ബാഗിൻ്റെ അത് ഗോൾഡാണ് കേട്ടോ. നമ്മൾ മറ്റേ സ്കോർപ്പിയോ ഇല്ല. ഓക്കെ, ആ വണ്ടിയിലുള്ള എല്ലാ ഗോൾഡും ഉരുക്കിയിട്ട് നമ്മളെന്തായാലും ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ അടിച്ചേട്ടാ. ചില വണ്ടിയുടെ കളറൊക്കെ മാറ്റിയേട്ടാ, സ്പോട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. ഓക്കെ, ചിലതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോക്സിൻ്റെ പിന്നെ ചില വണ്ടിയുടെയൊക്കെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്കിനി വിൽക്കണം ഗൈസ്. ഓക്കെ, ഞാൻ എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ മാത്രമേ എടുക്കും ഗൈസ്. ഓക്കെ, ബാക്കി എല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാസിക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലാസിക്, ഇത് S11 ആണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് കമ്പനിയുടെ കാറ് കണക്കാണ് അടുത്ത് അടിച്ചാറ്റേണ്ടത്. ഈ ഒരു ഗെയിമിലുള്ള കമ്പനി ആയിരിക്കണം. ഓക്കെ, അതേതെന്ന് വെച്ചാൽ ഒരു 2-3 വണ്ടിയെങ്കിലും മാക്സിമം വേണം ഗൈസ്. ഓക്കെ, ഈ ഒരു ഗെയിമിലുള്ള കാറുകളൊക്കെ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ സുസുക്കിയാണ് അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ,
അപ്പോൾ മഹീന്ദ്രയ്ക്കുണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മഹീന്ദ്ര പിടിച്ചത് കേട്ടോ. നമ്മളിതിന് മുമ്പ് ടൊയോട്ട വെച്ച് ചെയ്തിട്ട് എന്തെല്ലാം ഉണ്ട് കേട്ടോ. അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ പുതിയൊരു കിടിലൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.